ആയിക്കോട്ടെ ചോറിനാ പോവാം നമുക്ക്. മുട്ട പൊരിക്കാൻ വേണ്ടി അടുപ്പ് ഇട്ടിട്ട് ഞാൻ ആദ്യക്കുട്ടിൻ്റെ പുറകെ പോയിട്ട് വന്നപ്പോഴത്തേനും അത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഭാഗ്യത്തിന് കഴിക്കാനുള്ള പാകത്തിനുള്ള കരിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ആദ്യക്കുട്ടിനോട് അതൊക്കെ കൂട്ടി ഇതേ ഭക്ഷണം കഴിച്ചു. അപ്പം ഞങ്ങളോട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിക്കോ, നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കിടന്നതാണ്. പിന്നെ ഞാൻ കുത്തിപ്പൊക്കി ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദേണ്ട പോകാനിറങ്ങി. നമ്മുടെ കാറിന് സർവീസിന് കൊടുത്തേക്കുവാണ്. അപ്പം നമ്മൾ ദേണ്ട ഈ കാണുന്ന ഓട്ടോയ്ക്കാട്ടോ പോയത്. അപ്പം ആദ്യം നമ്മൾ കാർ സർവീസിന് കൊടുത്തിടത്തേക്കാണ് പോകുന്നത്. പിന്നെ ഈ അമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മഹാദേവൻ്റെ ശിവൻ്റെ അമ്പലം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നിറച്ചും കൊത്തുപണികളൊക്കെ ആയിട്ട്. അതിനകത്ത് ഇങ്ങനെ 3 ശിവൻ്റെ ഒരു ഇതൊക്കെയുണ്ട്. നല്ല രസം കേട്ടോ കാണാനായിട്ട്. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ലേക്ക്. ഇവിടെ നമ്മൾ മിക്ക ദിവസവും നേരത്തെ വൈകുന്നേരങ്ങളിൽ പോകുന്നായിരുന്നു. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് പോവാറില്ല കേട്ടോ. അപ്പോൾ ഈ ഓട്ടോ നല്ലതായിരുന്നു. ആദ്യം ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പൊക്കോണ്ടിരുന്നതാ. പിന്നെ പെട്ടെന്ന് തന്നെ അവർ നിറത്തില്ല ഒരു പാട്ടിട്ട് ഹെഡ്സെറ്റ് ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പറക്കുമായിരുന്നു കേട്ടോ. പിടിച്ചിരിക്കുക ഞങ്ങൾ. അങ്ങനെ പിന്നെ നേരെ തേണ്ട നമ്മൾ ഷോറൂമിൽ ചെന്നു കാറിൻ്റെ. അവിടെ ചെന്ന് തേണ്ട കാറൊക്കെ എടുത്തു. അപ്പോൾ ഞാനും ആദ്യകൂട്ടനും കൂടെ അതേ നമുക്ക് അവിടെ ഇരുന്നു. കസ്റ്റമർ ലോഞ്ച് ഉണ്ടായി. ഞങ്ങളപ്പോൾ അവിടെ കയറി കുറച്ച് നേരം ഇരുന്നു. ആദ്യകൂട്ടമ്മനും ജന്മം ചെയ്ത ഫോണിൽ ഇപ്പം നോക്കത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഒരു ഫർണിച്ചർ ഷോറൂമിലോട്ട് പോയേ. നമുക്ക് അവിടെ നിന്ന് ഒരു സെറ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിമാർട്ടിലോട്ടാട്ടോ പോയത്. അപ്പോൾ ആദ്യക്കുട്ടന് സ്കൂൾ തുറക്കുവാണ്. അപ്പോൾ അവന് ലഞ്ച് ബോക്സും അങ്ങനെ 1-2 ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ ഓർത്ത് കയറിയതാണ്. പക്ഷെ നമ്മൾ ഒന്നും ഇവിടെ നിന്ന് വാങ്ങില്ല കേട്ടോ. അവിടെ ഒരു പൂരത്തിനുള്ള തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമായിട്ടൊന്ന് ഓർത്ത് പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത് നമ്മുടെ നെയ്ബേഴ്സാണ് കേട്ടോ. എനിക്കിവിടെ ആകെ നമ്മുടെ ഈ ഫ്ലാറ്റിൽ അത്യാവശ്യം പരിചയമുള്ള 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവരിവിടെ വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ മോള്. അപ്പോൾ അവർ രണ്ടുപേരുടെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള